എന്നേക്കാൾ കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ ഞാൻ എടുക്കുന്ന പണി അവരെടുക്കുന്നില്ല. എനിക്ക് വേറെ അങ്ങനെ മറ്റ് മേഖലകളിൽ വലിയ അറിവോ ഒന്നുമുള്ള ആളല്ല. എനിക്ക് കുറച്ചെങ്കിലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നത് സിനിമയും അത് ചെറുപ്പം മുതലേ ഇൻട്രസ്റ്റ് കൂടുതലുണ്ടായിട്ടുള്ളത് സിനിമയാണ്. അപ്പോൾ സിനിമയുടെ മുന്നണിയിലും പിന്നണിയിലുമുള്ള ആൾക്കാർ, അവരുടെ അച്ചീവ്മെൻറ്റ്സ്, ഇതൊക്കെയാണ് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ. കൂടുതൽ ഈ സിനിമാ വാരികകളിൽ നിന്നുമൊക്കെ. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷവും കൂടുതലായിട്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ടാണ് അറിയുന്നത്. ഇപ്പോൾ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് അഭിനയിക്കാൻ അറിയുമോ എന്ന് എനിക്ക് പോലും അറിയാത്തൊരു സമയത്താണ് ഞാൻ അവിടെ വരുന്നത്. വന്നതിന് ശേഷമാണ് പഠിക്കുന്നത്. വന്നതിന് ശേഷം നമ്മൾ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ, കൂടെയുള്ള ടെക്നീഷ്യൻസ്, ഡയറക്ടേഴ്സ് തുടങ്ങി ഇവരിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ട് ഇവരെല്ലാവരിൽ നിന്നും ഒരു നല്ല കാര്യം പഠിച്ചാൽ തന്നെ നമ്മൾ ഭയങ്കര സംഭവമായി പോകും. അപ്പോൾ അത്രയും കഴിവുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ട്. അപ്പോൾ നമുക്കതിനുള്ള സാഹചര്യമുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കോട്ടാണ് നമ്മളുടെ മൈക്കിൾ ജോർദൻ പറയുന്നത്, എന്നേക്കാൾ കഴിവുള്ള ആൾക്കാരുണ്ടായിരിക്കും. പക്ഷെ ഞാൻ എടുക്കുന്ന പണി അവരെടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ടോപ്പിൽ നിൽക്കുന്നത്. അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഞാൻ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഞാൻ അങ്ങനെ അച്ചീവ് ചെയ്തെന്നല്ല ഞാൻ പറയണേ. പക്ഷെ അത് ആ ഒരു കോട്ട് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. നമുക്ക് ലൈഫിൽ നമ്മുടെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കഴിവായിട്ടായിരിക്കും ജനിച്ച് വീഴുന്നത്. എല്ലാ കഴിവുകളും തികഞ്ഞ ആരും ജനിച്ച് വീഴുന്നില്ല. ഒരു കഴിവില്ലാതെയും ആരും ജനിച്ച് വീഴുന്നില്ല. അപ്പോൾ ബാക്കി നമ്മൾ അക്വയർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഞാനും ഈ പറഞ്ഞ പോലെ സിനിമയിൽ വന്ന് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഞാനും ഓപ്പൺ ആയത്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് യൂണീക്കായിട്ട് നിൽക്കാൻ പറ്റും. ഗോതയിൽ ഗുസ്തി പഠിച്ച സമയത്തും പിന്നെ ഞാൻ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ അറിയാതെ തന്നെ സിനിമയിലെ കാര്യങ്ങൾ സിനിമയിൽ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ള എഫക്ട്സായിട്ട് ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ അന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ ചെറുപ്പത്തിലെ ഇതിനകത്തുള്ള ബീഡി പുറത്തെടുക്കുന്നതൊക്കെ അത് ഞാൻ സിനിമയിൽ അഭിനയിക്കുമെന്ന് ഒന്നും ചിന്തിക്കാത്ത സമയത്ത് അതിങ്ങനെ പഠിച്ചു വെച്ചിട്ട് പിന്നീട് അത് കോളേജിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഒരു പാർട്ടി ട്രിക്കായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഇങ്ങനൊരു ഇത്തരം സിനിമയിൽ വന്ന് 12 വർഷം കഴിഞ്ഞിട്ട് ഒരു സിനിമയിൽ എനിക്കത് ഉപയോഗിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ പറയുന്നത് എപ്പോഴും അപ്പോൾ ഞാനിപ്പോൾ എന്ന് വെച്ചിട്ട് ഇപ്പോൾ ചെയ്യുന്നത് എല്ലാ ദിവസവും എന്തെങ്കിലും പുതിയതായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടു കഴിഞ്ഞാൽ അത് പഠിച്ചു വെക്കും. ചിലപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞു 15 കൊല്ലം കഴിഞ്ഞു ചിലപ്പോൾ ഒരു സിനിമയിൽ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അതിന് വെറുതെ നമ്മൾ പോയിട്ട് എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ പോലും അത് അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല. നമ്മൾ ഇത് അച്ചീവ് ചെയ്യുന്നവരെ നമുക്കിത് ചെയ്യാനായിട്ട് തോന്നും.